വർഷങ്ങളായി കിടക്കുന്ന പ്രശ്നങ്ങൾ അൺറിസോൾവ് ആയിട്ട് കിടക്കുന്ന കാരണമാണ് അങ്ങനെ ഒരു ഹാർട്ട് ഡിസീസ് വരുന്നത് തന്നെ. തേർഡ് തിങ്, ഹൈ സ്ട്രെസ് ലെവൽ. ഈ ഹൈ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് അവർ ലൈഫ്, റൈറ്റ്? നമുക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് ടേക്സ് ടൈം, ഓക്കെ? ആൻഡ് ഇറ്റ് ടേക്സ് സം പ്രോബ്ലംസ് ആർ ഈവൻ നോട്ട് റിസോൾവ്ഡ്. അപ്പോൾ നമുക്കത് പ്രശ്നം 100% സോൾവ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ത് പെർട്ടിക്കുലർ കാര്യം ചെയ്താലാണ് ഐ ഫീൽ ബെറ്റർ, അതായത് എനിക്ക് ഹൈ സ്ട്രെസ് ലെവലാണ്, ലെറ്റ് മീ ഗൾപ്പ് ഇറ്റ്, ഞാനത് സോൾവ് ചെയ്ത് ഐ ടേക്ക് ഇറ്റ് വിത്തിൻ മീ, ഐ എം നോട്ട് ഗോയിങ് ടു ഡു എനിത്തിങ്, അങ്ങനെ അല്ലാതെ ആ കോൺസെപ്റ്റ് ഒന്ന് മാറ്റി ഞാനൊന്ന് പുറത്ത് നടക്കാൻ പോയാൽ എനിക്കത്, ഇഫ് ഐ ഫീൽ ബെറ്റർ, ഡു ദാറ്റ്. സിമ്പിൾ തിങ്സ്. ബ്രെത്ത് വർക്കൗട്ട്, യോഗ, അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ ഒന്ന് ട്രാവൽ ചെയ്യുക. ഇഫ് യു ഫീൽ ഒന്ന് ഫാമിലി ഗ്യാതറിങ് ചെയ്താൽ അത്, ഇഫ് യു സ്റ്റാർട്ട് ഫീലിംഗ് ബെറ്റർ, അത് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു പ്രഷർ ആൻഡ് സ്ട്രെസ് ഫീലിംഗ് റെഡ്യൂസ് ആവുകയാണെങ്കിൽ ഡു ദാറ്റ്, വാട്ട് എവർ ഇസ് ഫീസിബിൾ ഫോർ യു. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രോസസ്ഡ് ഫുഡ്. പ്രോസസ്ഡ് ഫുഡ് ഇസ് അനദർ റീസൺ ഫോർ ഈ ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ആകാനുള്ള ഒരു റീസണാണ്. അതുകൊണ്ട് ഏത് നേരം, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഡിന്നർ കഴിക്കുമ്പോൾ ആ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണം എനിക്ക് ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. വെറുതെ, അതായത് റീസൺ ഇല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അത് വൺസ് ഇൻ എ വൈൽ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ എവറി ഡേ വെൻ ഇറ്റ് ഹാപ്പൻസ്, ദാറ്റ് കുഡ് ബി വൺ റീസൺ ഫോർ ഡെവലപ്പിംഗ് ഹാർട്ട് ഡിസീസ്. പിന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാലേ 20s and 30s ഈ ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ആണ്. അപ്പോൾ ഈ 20s and 30s ആ ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ആയി ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് ദ പ്രോബ്ലം മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് വെൻ ഇറ്റ് വാസ് ചൈൽഡ്. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മെയിൻ റീസൺ ആണ് സ്ക്രീൻ ടൈം ആൻഡ് ലോ ഫിസിക്കൽ ആക്ടിവിറ്റി. കുറേ നേരം ഇരുന്ന് ഐപാഡ് ആൻഡ് യൂട്യൂബ് ഇങ്ങനെ കാണുമ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറയും. ആ സമയം മുതൽ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഐ വുഡ് ഓൾവേസ് സേ, പേരൻസ് ബി അവെയർ ഓഫ് ദിസ്, ഓക്കെ? സ്ക്രീൻ ടൈം കൂടുതൽ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ യു ആർ ആക്ച്വലി അവരെ ഹെൽത്താണ് നിങ്ങൾ റൂയിൻ ചെയ്യുന്നത്. സോ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് കൂട്ടാം.